പ്രിയപുത്രനായ ഇന്ദ്രജിത്തിന്റെ മരണ വൃത്താന്തം കേട്ട രാവണൻ അതീവ ദുഃഖിതനും അതേപോലെ തന്നെ ക്രോധം കൊണ്ട് വിറയ്ക്കുവാനും ആരംഭിച്ചു. രാവണൻ യുദ്ധത്തിനായി ഇറങ്ങാൻ തീരുമാനമെടുത്തു. തൻ്റെ രഥം അതിവേഗത്തിൽ തയ്യാറാക്കാൻ ആജ്ഞ കൊടുത്തു. ഉത്തമ ചാപം ക്ഷണത്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിച്ചു. എല്ലാ രാക്ഷസ പടകളോടും യുദ്ധത്തിനായി തയ്യാറാകാൻ പറഞ്ഞു. അടുത്തു നിൽക്കുന്ന സേനാനായകന്മാരോട് സൈന്യങ്ങളെ വേഗത്തിൽ പുറപ്പെടുവിക്കുവാൻ മഹാപാർശ്വൻ വീണ്ടും വീണ്ടും നിർദ്ദേശിച്ചു. അവർ ലങ്കാരാജ്യത്തിലെ ഓരോ ഭവനങ്ങളിലും കയറി എല്ലാ രാക്ഷസന്മാരെയും യുദ്ധത്തിനായി നിർബന്ധിച്ചു. അല്പസമയം കൊണ്ട് ഭീഷണന്മാരായ രാക്ഷസ പടകൾ ആർത്തു വിളിച്ച് എത്തിത്തുടങ്ങി. ഭീമാസ്യന്മാരായിട്ടുള്ള അവരുടെ കയ്യിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. വാളും ശൂലവും ഗദയും ശരങ്ങളും ഉത്തമ വെൺമഴുവും ഉലക്കയും തെളിഞ്ഞു മിന്നുന്ന ചക്രങ്ങളും ശതഘ്നി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്തമങ്ങളായിട്ടുള്ള എല്ലാ ആയുധങ്ങളും അവരുടെ കൈവശമുണ്ടായിരുന്നു. രാവണന്റെ ആജ്ഞപ്രകാരം 8 കുതിരകളെ പൂട്ടിയതും അതിവേഗമാർന്നതും സൂതനോടു കൂടിയതുമായ ഒരു ശ്രേഷ്ഠരഥം സേനാനായകൻ ക്ഷണനേരം കൊണ്ട് അവിടെ എത്തിച്ചു. സ്വതേജസ് കൊണ്ട് തേരിനെ തന്നെ തിളങ്ങിപ്പിച്ച് അനേകായിരം നിശാചരന്മാരാൽ ആവൃതനായിട്ടുള്ള രാവണൻ രഥത്തിലേറി പാരിനെ തന്നെ പൊള്ളിക്കത്തക്ക ഊക്കോടുകൂടി ജയസിദ്ധിക്ക് വേണ്ടി പുറപ്പെടുവാൻ പടസന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ശ്രീരാമലക്ഷ്മണന്മാർ വസിക്കുന്ന ഉത്തമ ഗോപുരം വഴിക്കാണ് കാലാന്തക തുല്യനായിട്ടുള്ള രാവണൻ രാക്ഷസ പടയോടുകൂടി മഹാരഥത്തിൽ കയറിയത്. കെൽപ്പേറിയ ചാപമെടുത്ത് യാത്ര തിരിച്ചു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സൂര്യന്റെ നിറം മങ്ങി, ദിക്കുകൾ ഇരുട്ടിലാണ്ടു, ഘോരങ്ങളായ പക്ഷികൾ ശബ്ദിച്ചു, ഭൂമി ചലിച്ചു, കാർമേഘത്തിൽ നിന്ന് രക്തവർഷമുണ്ടായി. സഞ്ചാര സമയങ്ങളിൽ അശ്വങ്ങളുടെ കാലിടറി, കുറുക്കന്റെ ഭീകരമായ ഊരിയിടൽ തുടരെ തന്നെ ഉണ്ടായി. കുടിയുടെ മുകളിൽ ഉഗ്രനായൊരു കഴുകൻ വന്നിരുന്നു. ഇടത്തെ കണ്ണ് വിറച്ചു, കൈ ചലിച്ചു. യുദ്ധത്തിൽ മരണത്തെ സൂചിപ്പിക്കുന്ന ഇത്തരം ദുർനിമിത്തങ്ങളാണ് പിന്നീട് കണ്ടതെല്ലാം. ഇടിനാദത്തിൽ ആകാശത്തിൽ നിന്ന് കൊള്ളിമീൻ പതിക്കുക മാത്രമല്ല, കാകാരവത്തോടെ അശുഭ സൂചകമായ കഴുകന്റെ ശബ്ദം ഉയരുകയും ചെയ്തു. കാലപ്രചോദിതനായ ദശവദനൻ ഈ കാണുന്ന നിമിത്തങ്ങളെയെല്ലാം നിസ്സാരമാക്കി തീർത്തു. കൊലയേൽക്കാൻ വേണ്ടി തന്നെ മുന്നോട്ട് നടന്നു. ബുദ്ധിയുടെ അജ്ഞതയാൽ രാക്ഷസന്മാരും രാവണൻ എന്തു ചെയ്തുവോ അതിനെ തന്നെ അനുഗമിച്ചു. വമ്പന്മാരായ രക്കന്മാരുടെ തേരൊലി കേട്ട വാനരന്മാർ സന്തുഷ്ടചിത്തരായി യുദ്ധത്തിന് തയ്യാറായി. നിശാചര വാനരേന്ദ്രന്മാർ ചൊടിച്ചുകൊണ്ടവർ യുദ്ധം ആരംഭിച്ചു. ജയേച്ഛ കൊണ്ട് 2 സൈന്യങ്ങളും കൂട്ടിമുട്ടി. നിശാചര പെരുമാൾ പൊന്നണി സായകങ്ങളാൽ വലിയമുഖന്മാരെ വലിയ പരിക്കുകൾ ഏൽപ്പിച്ചു. ചിലരുടെ നെഞ്ചിടം കീറി, ചിലരുടെ ചെവി മുറിഞ്ഞു, വേറെ ചിലരെ വീർപ്പ് മുട്ടിച്ചു, ചിലരുടെ വാരിഭാഗം പിളർത്തി, ചിലരുടെ കണ്ണുകൾ കളഞ്ഞു, ചിലരുടെ ശിരസ് പൊളിച്ചു. കണ്ണുകൾ ഉരുട്ടിമിഴിച്ച് വില്ലേന്തിയ ദശഗ്രീവൻ ഏതെല്ലാം വഴികളിൽ കൂടി ഓടിച്ചുവോ അവിടവിടങ്ങളിലുള്ള വാനരന്മാർ മുഴുവൻ ശരശക്തി താങ്ങുവാൻ സാധിക്കാതെ പിന്നോക്കം ഒഴിഞ്ഞു വീഴുകയോ മരണപ്പെടുകയോ ചെയ്തു. രാക്ഷസേശ്വരന്റെ തീഷ്ണബാളങ്ങളാൽ ബാണങ്ങൾ കൊണ്ട് അവയവങ്ങൾ മുറിഞ്ഞ വാനരയൂഥപന്മാർ തലങ്ങും വിലങ്ങും വീണ് രണക്കളം മുഴുവൻ മൂടി. ദശാസ്യന്റെ സായകങ്ങളെല്ലാം അസ്ത്രങ്ങളെല്ലാം ദുസ്സഹങ്ങളായി തീർന്നു. പ്ലവങ്ക കൂട്ടത്തെ നാലുപാടും പായിച്ചുകൊണ്ട് രാവണൻ നേരിട്ട് ചെന്നത് ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്കാണ്. അതിതേജസ്വിയായ ആ പൗലസ്ത്യപുത്രൻ ദാശരഥിയുമായി പൊരുതുവാൻ തീരുമാനമെടുത്തു. അടരിൽ തോറ്റോടുന്ന കീശവരന്മാരെ കണ്ട രാജാ സുഗ്രീവൻ ഈ സമയത്ത് പടയുടെ നടുവിൽ തൻ്റെ സ്ഥാനത്തിൽ ഉടനെ തന്നെ സുഷേണനെ നിർത്തിക്കൊണ്ട് യുദ്ധത്തിനായി ചാടി ഇറങ്ങി. തൻ്റെ അതേ ശക്തിയും ഓജസ്സും വീര്യവും പരാക്രമവുമാണ് സുഷേണൻ ഉള്ളത് എന്ന് ഈ സുഗ്രീവന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് സുഗ്രീവൻ സുഷേണനെ അവിടെ നിർത്തിക്കൊണ്ട് തോറ്റോടുന്ന തൻ്റെ
കപിവര്യന്മാർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാനും അവരെ രക്ഷിക്കുവാനുമായി യുദ്ധകളത്തിലേക്ക് വലിയ വൃക്ഷങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് ആ അതുല്യ ബലവാൻ പുറപ്പെട്ടു. ഇരുഭാഗത്തും പിന്നിലുമായി ദ്രുമങ്ങളും അദ്രിശിഖരങ്ങളും അതിവേഗത്തിൽ സുഗ്രീവന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് കപിവീരന്മാരെല്ലാം പിന്നാലെ പോയി. വമ്പനായ സുഗ്രീവൻ അത്യുഗ്രത്തിലൊരു അലർച്ചയിട്ടുകൊണ്ട് എല്ലാവരെയും എതിർത്തു തുടങ്ങി. കൽപ്പാന്തകാലത്തിലെ കൊടുങ്കാറ്റ് വൻമരങ്ങളെ കടപുഴക്കുന്നത് പോലെ സുഗ്രീവൻ എത്തുന്ന ഭാഗങ്ങളിലുള്ളവരെല്ലാം താഴെ വീണു. വൃക്ഷങ്ങളും പാറകളും ആ വാനരേശൻ വർഷിക്കുവാൻ തുടങ്ങിയപ്പോൾ തല തകർന്ന രാവണപ്പട മുറിഞ്ഞു വീണ അദ്രികൾ പോലെ നാലു പുറവും നിറഞ്ഞു കവിഞ്ഞു. കപീശ്വരനായ സുഗ്രീവനാൽ അടിച്ചുടയ്ക്കപ്പെട്ട രാക്ഷസവാഹിനി നാലു പുറവും നിന്ന് നിലവിളിക്കുകയും തുരുതുരേ വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ രാവണന്റെ സേനാനായകന്മാരിൽ വീരനായ വിരൂപാക്ഷൻ തേരിൽ നിന്ന് ചാടി വലിയൊരു ആനപ്പുറത്ത് കയറി. ഗജാധിരൂഢനായ അസുരവരൻ ഘോരസായകങ്ങൾ സുഗ്രീവന്റെ ശരീരം നോക്കിക്കൊണ്ട് തുരുതുര അയച്ചു. പേടിച്ചിരണ്ടു നിൽക്കുന്ന രാക്ഷസന്മാർക്ക് അത് കണ്ടതോടുകൂടി സന്തോഷമായി. കൂർത്ത ശരങ്ങൾ വിരൂപാക്ഷനിൽ നിന്ന് സ്വശരീരത്തിൽ വന്ന് തട്ടിത്തുടങ്ങിയപ്പോൾ സുഗ്രീവൻ അങ്ങ് ചുട്ടിച്ചു. ആ രക്ഷോവരനെ നിഗ്രഹിക്കുവാൻ തന്നെ സുഗ്രീവൻ തീരുമാനമെടുത്തു. വലിയൊരു വൃക്ഷം പറിച്ചെടുത്ത് പോരാളിയും കരുത്തനുമായിട്ടുള്ള വാനരൻ രാക്ഷസന്റെ വാഹനമായ വൻ കൊലയാനയുടെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. സുഗ്രീവന്റെ കയ്യൂക്ക് താങ്ങാൻ സാധിക്കാതെ ആ മദഗജം ഒരു വിൽപ്പാട് പിൻവാങ്ങിക്കൊണ്ട് അലറി പിടഞ്ഞ് താഴെ വീണു. ചതഞ്ഞ ഗജത്തെ വിട്ട് ചാടിയ വിരൂപാക്ഷൻ സുഗ്രീവനുമായി നേരിട്ടു. നിശിത ഖഡ്ഗവും മൂരിത്തോൽ പൊതിഞ്ഞ പരിചയുമെടുത്ത രാക്ഷസൻ അധിക്ഷേപിച്ചുകൊണ്ട് വാനരനായകന്റെ അടുത്തേക്കെത്തി. എന്നാൽ ചുട്ടിച്ച സുഗ്രീവൻ വലിയൊരു പാറക്കല്ല് വിരൂപാക്ഷന്റെ നേർക്കെറിഞ്ഞു. മേഘതുല്യമായ കല്ല് അടുത്തപ്പോൾ പയറ്റിൽ തെളിഞ്ഞ അരക്കൻ പെട്ടെന്ന് ചാടിമാറി സുഗ്രീവനെ ആഞ്ഞൊന്നു വെട്ടി. കരുത്തന്റെ വെട്ടേറ്റ വാനരേശ്വരൻ അല്പസമയം തൻ്റെ ഇടമെല്ലാം വിട്ട പോലെയായി. എന്നാൽ അടുത്ത ക്ഷണത്തിൽ ആ ഭയങ്കര യുദ്ധത്തിൽ വെച്ച് സുഗ്രീവൻ വിരൂപാക്ഷന്റെ നേർക്ക് ചാടി കൈ ചുരുട്ടി അവന്റെ നെഞ്ചിലൊന്ന് ആഞ്ഞിടിച്ചു. ഇരുമ്പുലക പോലെയുള്ള കൈകൾ കൊണ്ടുള്ള മുഷ്ടിപാതമേറ്റ് അതിരുഷ്ടനായ നിശാചരൻ സുഗ്രീവന്റെ പോർച്ചട്ടയെ വാളുകൊണ്ട് വെട്ടിപ്പൊളിച്ചു കളഞ്ഞു. വിരൂപാക്ഷനിൽ നിന്ന് പഴുതു നോക്കിക്കൊണ്ട് സുഗ്രീവൻ തൻ്റേതായിട്ടുള്ള യുദ്ധം തുടർന്നു. ഇതിനിടയിൽ വലത്തെ കൈ ക്രോധത്തോടുകൂടി സുഗ്രീവൻ ആ രാക്ഷസന്റെ ചെന്നി നോക്കിക്കൊണ്ട് ആ ഇരുമ്പലക്ക പോലെയുള്ള കൈയൊന്ന് ചെന്ന് ആ ചെന്നീതലത്തിൽ പതിപ്പിച്ചു. ഇന്ദ്രവജ്ര തുല്യമായ അടിയേറ്റ അസുരവരന്റെ നവദ്വാരങ്ങളിൽ നിന്നും പ്രശ്രവണ ശൈലത്തിലെ ജലപ്രവാഹം പോലെ രക്തമൊഴുകി പതുക്കെ വിരൂപാക്ഷൻ ഛർദിച്ച് രക്താഭിഷിക്തനായി അടർക്കളത്തിൽ വീണു. നിണം നുരഞ്ഞുകൊണ്ട് വാർന്നു. ചൊടിച്ച കണ്ണുകൾ ഉരുട്ടി. അങ്ങനെ വിരൂപാക്ഷൻ വിരൂപാക്ഷതയോടെ രുധിരാർദ്രനായി ഞെട്ടിത്തെറിച്ചുകൊണ്ട് വീണുരുണ്ട് നിശ്ചലനായി തീർന്നു. ശത്രുവിൻ്റെ മരണം കണ്ട വാനരന്മാർ വല്ലാത്ത സന്തോഷത്തോടുകൂടി ആർത്തു വിളിച്ചു. മഹാബലവാനായ വിരൂപാക്ഷവധം, സ്വന്തം പടകളുടെ ഉടവ്, ഇത് രണ്ടും അകലെ നിന്ന് നോക്കിക്കണ്ട രാവണൻ അതുവരെ ഉണ്ടാകാത്ത കോപത്തോടുകൂടി രാക്ഷസവരന്മാരെ നിഗ്രഹിക്കുന്ന വാനരപ്പടയെ ക്രമത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ തുടങ്ങി. സ്വന്തം ഭാഗ്യവിപര്യം ഇങ്ങനെ യുദ്ധത്തിൽ സംഭവിക്കുന്നത് കണ്ട രാക്ഷസേശ്വരൻ കുറച്ചൊന്ന് വിഷണ്ണനായി. എന്നാൽ വിഷണ്ണനായി നിൽക്കുകയാണ് എങ്കിൽ പോലും മുഖത്ത് അതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന ശത്രുമതനായ മഹോദരനോട് അതീവമായ ശബ്ദത്തോടുകൂടി, ഘോരമായ ശബ്ദത്തോടുകൂടി രാവണൻ പറഞ്ഞു, മഹാബാഹുവായ മഹോദര, വിരൂപാക്ഷൻ മരണപ്പെട്ടു. ഇനി എൻ്റെ എല്ലാ ജയാശയും നിൽക്കുന്നത് നിന്നിൽ മാത്രമാണ്. ഹേ വീര, നിന്റെ പരാക്രമം ചെന്നൊന്നു കാണിക്കുക. ശത്രു സൈന്യത്തെ അതിശീഘ്രത്തിൽ നീ നശിപ്പിക്കൂ. തിന്ന ചോറിൻ്റെ കൂറ് കാണിക്കേണ്ട കാലം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉഗ്രമായ യുദ്ധം തുടങ്ങൂ. നമ്മുടെ സൈന്യം ക്ഷയിക്കുന്നത് നോക്കൂ. വേഗത്തിൽ തന്നെ കൊടുങ്കാറ്റു വേഗത്തിൽ ശത്രു സൈന്യത്തിൻ്റെ മേൽ ഇടിത്തീ പെയ്യിക്കൂ. രാജാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച രാക്ഷസേന്ദ്രൻ മഹോദരൻ ശത്രു സൈന്യത്തിലേക്ക് പ്രവേശിച്ചു. തീയിലേക്ക് ഈയാമ്പാറ്റകൾ പോലെയാണ് അവൻ്റെ കയറ്റം.
എന്നാൽ മഹാപരാക്രമിയായ അവൻ വാനരന്മാർക്ക് വളരെയധികം പരിക്കുകൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. രാക്ഷസ പ്രമുഖനാൽ പരിക്കേറ്റ കപികളെല്ലാം നാലുപാടും ഭയന്ന് വിറച്ചുകൊണ്ട് പാഞ്ഞു. ചിലർ സുഗ്രീവ സവിധത്തിൽ രക്ഷയ്ക്കെത്തി. വൻ വാനരന്മാരുടെ വ്യൂഹം കൂടി ഉടയുന്നത് കണ്ട രാജാ സുഗ്രീവൻ മഹോദരന്റെ സമീപത്തേക്ക് ഓടിയെത്തി. മല പോലെയുള്ളൊരു വൻകല്ല് തേജസേറിയ ആ സൂര്യാത്മജൻ അവനെ നിഗ്രഹിക്കാൻ തക്കവിധം ശക്തിയോടുകൂടി എറിഞ്ഞു. മാമല പോലെ നേരിട്ട് വരുന്ന കല്ല് കണ്ട് ഒട്ടും കൂസാതെ മഹോദരൻ ശരങ്ങൾ കൊണ്ട് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റി. നൂറായിരമായി തീർന്ന ആ വൻകല്ല് കഴുനിരകൾ പോലെ അടർക്കളത്തിൽ പതിച്ചു. ഇത് കണ്ട സുഗ്രീവൻ കലി കൊണ്ടവനെ പോലെയായി. ഉടനെ തന്നെ സുഗ്രീവൻ ഒരു മഹാവൃക്ഷം വേരോടെ പിഴുതെടുത്തെറിഞ്ഞു. അരിമർദ്ദകനായ അരക്കപ്രമുഖൻ നിശ്ചിത കണങ്ങൾ കൊണ്ട് അതിനെയും പിളർത്തി. തൻ്റെ ആ ശ്രമവും പരാജയപ്പെട്ടത് കണ്ട സുഗ്രീവൻ വീണുകിടക്കുന്ന ഒരു പരീഖമെടുത്ത് അതിശക്തിയിൽ ചുഴറ്റി അതിൻ്റെ തിളക്കം കണ്ണഞ്ചിപ്പിച്ചു. ഉത്തമങ്ങളായ അശ്വങ്ങളാണ് മഹോദരന്റെ രഥത്തിലുണ്ടായിരുന്നത്. ആ അശ്വങ്ങളെല്ലാം ആ പരീഖത്താൽ വെട്ടേറ്റുകൊണ്ട് തന്നെ വാനരരാജാവ് അതിനെയെല്ലാം അടിച്ചു കൊന്നു. ഹയങ്ങൾ ഹതരായി വീണതും വലിയൊരു ഗദയുമെടുത്ത് മഹോദരവീരൻ പുറത്തേക്ക് ചാടിയതും ഒരേ സമയത്തായിരുന്നു. ഗദയുമോങ്ങി ചുട്ടിച്ചാർക്കുന്ന മഹോദരൻ, പരിഖമെടുത്ത സുഗ്രീവൻ, അങ്ങനെ രണ്ടുപേരും ചേർന്ന് പാഞ്ഞെടുത്ത് യുദ്ധം ആരംഭിച്ചു. ക്രോധം കൊണ്ട് വിറച്ച സുഗ്രീവൻ അടുത്തെത്തിയ ഗദയിൽ പരിഖം കൊണ്ട് ആഞ്ഞൊടിച്ചു. ഗദ പൊളിഞ്ഞു, പരിഖവും മുറിഞ്ഞു. രണ്ടും ഖണ്ഡങ്ങളായി താഴെ പതിച്ചു. ആയുധവിഹീനന്മാരായ അവർ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഏറ്റുമുട്ടി. തേജസ്സാളുന്ന ആ മഹാശക്തന്മാർ ഇരു ചെന്തീയുകൾ പോലെ തമ്മിൽ ഇടി തുടങ്ങി. വീണ്ടും വീണ്ടും അവർ ഘോരമായി അലറി. അല്പനേരത്തെ ദ്വന്ദ്വയുദ്ധത്താൽ തളർന്നു തുടങ്ങി. എന്നാൽ രണ്ട് മഹാവീരന്മാരും പരന്തപന്മാരാണ്. പെട്ടെന്ന് മഹോദരന്റെ ദൃഷ്ടിയിൽ അടുത്ത് കിടക്കുന്ന വാളും പരിചയും പെട്ടു. രാക്ഷസവരൻ വളരെ വേഗത്തിൽ തന്നെ വാളും പരിചയും കൈക്കലാക്കി. എന്നാൽ സുഗ്രീവൻ അല്പം ദൂരെ കാണുന്ന വാളും പരിചയും പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. പയറ്റിത്തെളിഞ്ഞ എതിരാളികൾ തുല്യവേഗത്തിൽ ശക്തിയിൽ അംഗം തുടങ്ങി. അവരുടെ എല്ലാ അംഗങ്ങളും ക്രോധത്താൽ ആളിക്കത്തുന്നത് പോലെയായി. നിശ്ചിതങ്ങളായ വൻ ഖഡ്ഗം കൊണ്ട് മഹോദരൻ ശക്തിയിൽ വെട്ടി. സുഗ്രീവൻ പരിച കൊണ്ട് തടുത്തതിനാൽ വാൾ അതിൽ തറച്ചു. അതിൽ നിന്നും വാൾ വലിച്ചെടുക്കുന്നതിനിടയിൽ കപിസിംഹൻ കുണ്ടലങ്ങൾ അണിഞ്ഞതും തൊപ്പിയിട്ടതുമായ മഹോദരന്റെ ശിരസിലേക്ക് ആഞ്ഞു വീശിയപ്പോൾ ആ ശിരസ് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. മഹോദരന്റെ തല വീണ് കിടക്കുന്നത് കണ്ട് അസുരപ്പട ആകെ സ്തംഭിച്ചുപോയി. കപികൾ ഒന്നിച്ചാർത്തു വിളിച്ചു. ദശഗ്രീവന്റെ കോപം ഒന്നുകൂടി ആളിക്കത്തി. രഘുവരന്റെ മുഖം സന്തോഷപൂർണമായി. രാക്ഷസപ്പടയുടെ മുഖമെല്ലാം വാടിക്കരിഞ്ഞ് വശം കെട്ടു. മാത്രമല്ല പേടിച്ചരണ്ട് ഓട്ടവും തുടങ്ങി. വലിയൊരദ്രി പോലെ മഹോദരനെ വീഴ്ത്തിയ ആ സാക്ഷാൽ സൂര്യസൂനുവായിട്ടുള്ള സുഗ്രീവൻ പിതൃതുല്യനെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി വിളങ്ങി നിന്നു. ഹരിനാഥനായ സുഗ്രീവനാൽ മഹോദരൻ ഹതനായത് മഹാശക്തനായ മഹാപാർശ്വൻ കണ്ടു. അവന്റെ കണ്ണുകൾ തുടുത്തു. ഘോരചാപമേന്തി അവൻ തീഷ്ണങ്ങളായ ശരങ്ങളാൽ അമേയശക്തരായിട്ടുള്ള അംഗത സൈന്യങ്ങളെ കലക്കി എറിഞ്ഞു. കൊടുങ്കാറ്റ് പഴുത്ത കായകൾ ഞെട്ടിൽ നിന്ന് വീഴിക്കുന്നത് പോലെ ക്രൂര അസ്ത്രങ്ങളാൽ വാനരപ്രമുഖന്മാരുടെ ശിരസ്സുകളെല്ലാം താഴെ പതിച്ചു തുടങ്ങി. വല്ലാത്ത വിഷമത്തോടുകൂടി മഹാപാർശ്വന്റെ സായകങ്ങൾ വലിയമുഖന്മാരുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ പിച്ചി ചീന്തിക്കളഞ്ഞു. വേലിയേറ്റത്തിൽ മഹാസാഗരം പോലെ കെൽപ്പേറിയവനായി തീർന്ന ആ മഹാപാർശ്വനെ നോക്കിക്കൊണ്ട് ബാലീനന്ദനായിട്ടുള്ള അംഗദൻ കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ചതും സൂര്യപ്രഭ ചിതറുന്നതുമായ ഒരു പരിഖം കയ്യിലെടുത്ത് മഹാപാർശ്വനെ ആഞ്ഞെട്ടിച്ചു. അവൻ മൂർച്ഛിച്ച് ബോധം കെട്ട് താഴെ വീണു. മഹാബലവാനായ മഹാപാർശ്വൻ അടുത്ത ക്ഷണത്തിൽ തന്നെ ബോധം തെളിഞ്ഞെഴുന്നേറ്റ് അനേകം വിശിഖങ്ങൾ യുവരാജാവിന്റെ വക്ഷസിലേക്ക് പൊഴിച്ചു. പ്രതാപിയായ താരാസുതൻ അതിക്രോധത്തോടുകൂടി അസുരമുഖ്യന്റെ അടുത്ത് ചെന്ന് കുണ്ടലം കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ചെകിട്ട താഞ്ഞെട്ടിച്ചപ്പോൾ അവന്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചു. പെട്ടെന്ന് കോപത്തോടെ വെൺമെഴുവെടുത്ത് അവൻ എറിഞ്ഞു. കഠിനയുദ്ധത്തിൽ അംഗദന്റെ താടനമേറ്റ രാക്ഷസന്റെ ഉരസ്തടം പൊളിഞ്ഞുപോയി. താമസിക്കാതെ തന്നെ ജീവനറ്റ് അവൻ താഴെ വീണു. അതുകൂടി കണ്ടപ്പോൾ രാക്ഷസപ്പട ആകെ ഇളകി. അമർത്തിയാലും ഒതുങ്ങാത്ത കോപം രാവണന് ഈ സമയത്തുണ്ടായി. ഏറ്റവും ഘോരമായി നടന്ന യുദ്ധത്തിൽ
പ്രബലന്മാരായ മഹോദരനും മഹാപാർശ്വനും അതിബലിഷ്ഠനായ വിരൂപാക്ഷനുമെല്ലാം മരണപ്പെട്ട് വീണ് കിടക്കുന്നത് കണ്ട ദശാനനൻ കോപത്തിന്റെ കോമരം പോലെയായി. ഉടനെ തന്നെ തൻ്റെ സൂതനെ പ്രേരിപ്പിച്ചുകൊണ്ട് തൻ്റെ സൂതനോടായി പറഞ്ഞു, എൻ്റെ അമാത്യ ശ്രേഷ്ഠന്മാരെ നിഗ്രഹിച്ചതിനും ലങ്കാപുരി രോധിച്ചതിനും ആ രാമനെയും ലക്ഷ്മണനെയും വധിച്ചെല്ലാവരുടെയും ദുഃഖം ഞാൻ ഇന്ന് അകറ്റുകയായി. സീതയാകുന്ന പുഷ്പഫലങ്ങളോടുകൂടിയ രാമൻ എന്ന മരത്തെ ഞാൻ ഇന്ന് വെട്ടി വീഴ്ത്തുകയായി. ഈ മരത്തിന്റെ കൊമ്പുകളാണ് സുഗ്രീവനും ജാമ്പവാനും നളനും കുമുദനും ദ്വിവിധനും മൈന്ദനും അങ്കദനും ഗന്ധമാദനും സുഷേണനും ഹനുമാനും തുടങ്ങിയ വാനരയൂഥവന്മാരെല്ലാം. അതുകൊണ്ട് ആ മരത്തെ ഞാൻ ഇന്ന് വെട്ടിയെരിഞ്ഞു കളയും. മഹാരഥനായ ആ രാവണൻ രഥഘോഷത്താൽ 10 ദിക്കിലും ശബ്ദം മുഴക്കി രഘുപതിയെ എതിർക്കുവാൻ വേണ്ടി ഒരുങ്ങി. ആ നിനാദത്തിൽ സിംഹങ്ങളും മതഗജങ്ങളും കൂടി അരണ്യമധ്യത്തിലേക്ക് ഭയപ്പെട്ടോടി. ഗിരികൾ, വനങ്ങൾ, നദികൾ എന്നിവയോടുകൂടിയ ഊഴി മുഴുവൻ ഒന്ന് കുലുങ്ങി. അതിദാരുണവും മഹാഘോരവുമായ താമസാസ്ത്രം കപിപ്പടയുടെ നേരിട്ട് രാവണൻ അയച്ചു. ദിവ്യശക്തി കൊണ്ട് കപികൾ ചുട്ടെരിഞ്ഞ് തലങ്ങും വിലങ്ങും വീഴുവാൻ തുടങ്ങി. തോറ്റോടുന്ന സുഗ്രീവ സൈന്യത്തിന്റെ പതപതനത്താൽ പൊടിപടലമുയർന്നു. വിധാതാവിനാൽ നിർമ്മിതമാണ് താമസാസ്ത്രം. അത് തടുക്കുവാനോ ഒടുക്കുവാനോ താങ്ങുവാനോ ആരും ശക്തരായിരുന്നില്ല. വൻപടയുടഞ്ഞ് രാവണശരങ്ങളാൽ ഭീതിതരായി നാലുപാടും പായുന്ന വാനരപ്പടയെ കണ്ട ശ്രീരാമചന്ദ്രൻ അതിവേഗത്തിൽ തന്നെ വാനരപ്പടയുടെ മുന്നിലെത്തി. ഒരിക്കലും തോൽവിയണയാത്ത രഘുവീരൻ കോദണ്ഡപാണിയായി സഹോദരൻ ലക്ഷ്മണനോടൊന്നിച്ച് മഹാവിഷ്ണുവോടുകൂടിയ മഹേന്ദ്രനെ പോലെ മുന്നിൽ നിൽക്കുന്നത് രാവണൻ കണ്ടു. കൂരമ്പുകൾ കൊണ്ട് ലക്ഷ്മണൻ ആദ്യമായി രാവണനെ നേരിട്ടു. അഗ്നിജ്വാല വമിക്കുന്ന ഘോര ബാണങ്ങൾ വില്ലാളി വീരനായ സൗമിത്രി അയച്ചവയെ അമ്പരമധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ രാവണൻ അത്യുജ്വല തേജസ്സോടെ തടുത്തു നിർത്തി. ഒരസ്ത്രം വരുമ്പോൾ മറ്റൊരസ്ത്രം കൊണ്ട്, 3 എണ്ണം വരുമ്പോൾ 3 അസ്ത്രം കൊണ്ട്, 10നെ 10 കൊണ്ട്, ഇങ്ങനെ വീരലക്ഷ്മണാസ്ത്രങ്ങളെ കൈവേഗ സാമർഥ്യം വ്യക്തമാക്കത്തക്ക വിധം രാവണൻ മുറിച്ചിട്ടു തുടങ്ങി. യുദ്ധങ്ങളിൽ വിജയശീലനായ രാവണൻ സൗമിത്രിയെ കടന്ന മഹാഗിരിവരനെ പോലെ നിശ്ചലനായി നിൽക്കുന്ന ശ്രീരാമദേവന്റെ സമീപത്തെത്തി. കോപം കൊണ്ട് രക്തവർണ്ണമാർന്ന നയനങ്ങൾ, ഉജ്ജ്വലങ്ങളായ ധനുസ്, രാവണൻ ശരധാര ശ്രീരാമനിൽ പൊഴിക്കുവാൻ തുടങ്ങി. രാക്ഷസേശ്വര ബാണങ്ങൾ തുരുതുരാ വരുന്നത് കണ്ട രഘുവരന്റെ കോദണ്ഡത്തിൽ നിന്ന് ശരങ്ങൾ പൊഴിഞ്ഞു തുടങ്ങി. വിചിത്രങ്ങളാണ് ആ നരരാക്ഷസനാഥന്മാരുടെ വിശിഖങ്ങൾ. അത്ഭുതജനകമായ മട്ടിൽ ഇടവും വലവും ചുറ്റിത്തിരിഞ്ഞ് ശരങ്ങൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ തന്നെ പെയ്യുവാൻ തുടങ്ങി. കൈവേഗ സാമർഥ്യത്തെ 2 പേരും വരുന്ന അസ്ത്രങ്ങളെ ഓരോന്നിനെയും തട്ടിക്കളഞ്ഞു. യമനും രുദ്രദേവനും പോലെ രുദ്രാകാരന്മാരായി നിൽക്കുന്നത് കണ്ട അവരെ കണ്ട എല്ലാ ജീവികളും പേടിച്ചു പുറച്ചു. വർഷാരംഭത്തിലെ വാർമിന്നലോടുകൂടിയ കൊടും കാർക്കൊണ്ടൽ പോലെ ശരനിരകൾ ആകാശത്തെ മറച്ചു കഴിഞ്ഞിരുന്നു. വില്ലാളികളിൽ അദ്വിതീയ സ്ഥാനക്കാരാണ് 2 പേരും. ഒരുപോലെ തന്നെ രണവിദഗ്ധരും അസ്ത്രവിദ്യാ ചതുരന്മാരും. രഥാധിവാസിയായ നക്തഞ്ചരേന്ദ്രന്റെ നെറ്റിയിൽ സർവാസ്ത്രപടുവായ ശ്രീരാമചന്ദ്രൻ ദിവ്യാസ്ത്രങ്ങളെ അയച്ചുകൊണ്ടേയിരുന്നു. 5 തലയുള്ള നാഗങ്ങളെ പോലെ ചീറിക്കൊണ്ടുവരുന്ന ആ നിശിത ശരങ്ങളെ രാവണൻ തടുത്തു. ശ്രീരാമബാണങ്ങളെ തടുത്ത ആ രാത്രിഞ്ചരൻ അതിക്രോധത്തോടുകൂടി അതിഭീഷണമായ ആസുരാസ്ത്രം വെളിയിലെടുത്തു. ഏതൊരുവനും ഭയപ്പെടുത്തക്ക വിധം പാമ്പിനെ പോലെ ചീറിക്കൊണ്ട് ലങ്കാധിപനയച്ച ആസുരാസ്ത്രം വരുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ കണ്ടു. ഉത്സാഹഭരിതനായിട്ടുള്ള രാമൻ അഗ്നിസന്നിഭനായി ആഗ്നേയാസ്ത്രത്തെ അഭിമന്ത്രിച്ചുകൊണ്ട് അതിന് നേർക്കുവിട്ടു. രാവണന്റെ ആസുരങ്ങളായ കൂരമ്പുകൾ മുഴുവൻ ആഗ്നേയാസ്ത്രം വിഴുങ്ങി. കാകുൽസ്ഥന്റെ ബാണങ്ങൾ പൗലസ്ത്യ ബാണങ്ങളെ ഗഗനതലത്തിൽ വെച്ച് ആകാശത്തിൽ വെച്ച് തന്നെ 100 ഖണ്ഡങ്ങളാക്കി വീഴ്ത്തി. അക്ലിഷ്ടകർമാവായ രഘുപതിയുടെ കൈവേഗത്തിന്റെ വൈദഗ്ധ്യം സുഗ്രീവാദി കപിവരന്മാരെ അത്ഭുത സ്തബ്ധരാക്കി തീർത്തു. തൻ്റെ അസ്ത്രങ്ങളെല്ലാം പാഴിലായത് കണ്ട രാക്ഷസാധിപൻ കോപം കൊണ്ട് വിറച്ചു. ഉടനെ തന്നെ സാക്ഷാൽ മയൻ നിർമ്മിച്ചതും ഭയാനകവുമായ മറ്റൊരു രൗദ്രാസ്ത്രം ശ്രീരാമചന്ദ്രന്റെ നേർക്കയക്കുവാൻ രാവണൻ എടുത്ത് ഞാണിൽ ചേർത്തു വച്ചു.
മായാജാലങ്ങളെ പോലെ ആ ഘോര ചാപത്തിൽ നിന്ന് തുടരെ തുടരെ മിന്നിത്തിളങ്ങുന്ന വ്യത്യസ്തങ്ങളായ അസ്ത്രശസ്ത്രങ്ങളാണ് പുറത്തേക്ക് വന്നത്. അസ്ത്രജ്ഞന്മാരിൽ അദ്വിതീയനായിട്ടുള്ള ശ്രീരാമൻ അവർണ്ണനീയ തേജസ്സോടെ കോദണ്ഡത്തിൽ ചേർത്തത് ഈ സമയത്ത് ഗാന്ധർവാസ്ത്രമായിരുന്നു. മയനിർമ്മിതമായ അസ്ത്രത്തെ കൂരിരുട്ടിനെ ചണ്ഡകിരണൻ എന്ന പോലെ നശിപ്പിച്ചത് കണ്ട സാക്ഷാ രാവണന്റെ കണ്ണുകൾ ഒന്നുകൂടി രക്തവർണമായി. മഹാത്മാവായ രാമനെ നേരിട്ടുകൊണ്ട് ധീമാനും അതിവേഗതയാർന്നവനുമായിട്ടുള്ള ആ ദശകന്ധരൻ സൗരാസ്ത്രമാണ് പിന്നീട് തൊടുത്തുവിട്ടത്. അതിശക്തിയോടെ വരുന്ന തീഷ്ണചക്രനിരകളെ ശരജാലങ്ങളാൽ ശ്രീരാമചന്ദ്രൻ മുറിച്ചിട്ട് കളഞ്ഞു. അനേകം വിവിധ രൂപങ്ങളോടുകൂടിയ സായകങ്ങൾ മുഴുവൻ നിഷ്ഫലമാകുന്നത് കണ്ട രാക്ഷസ പെരുമാൾ ശ്രീരാമചന്ദ്രന്റെ മർമ്മങ്ങളെ നോക്കിക്കൊണ്ട് ക്രൂര അസ്ത്രങ്ങൾ അയച്ചു. അനേകം അസ്ത്രങ്ങൾ വരുന്ന ശ്രീരാമചന്ദ്രന്റെ ദേഹത്തിൽ തട്ടിയപ്പോൾ പോരിൽ വിജയിച്ച് അരുളുന്ന ശ്രീരാമചന്ദ്രൻ ക്രൂദ്ധനായി തീർന്നു. എന്നാൽ അമേയ ബലവാനായ ലക്ഷ്മണൻ ഇത് കണ്ടുകൊണ്ട് അതിനിടയിൽ അഗ്രജന്റെ ദേഹത്തിൽ ശരങ്ങൾ തട്ടുന്നത് കണ്ടപ്പോൾ കുപിതനായി തീർന്നു. വീരാരിമർദ്ദകനായ സൗമിത്രി 7 ബാണങ്ങൾ ഒന്നിച്ചയച്ചു. അതുല്യങ്ങളായ അസ്ത്രങ്ങൾ ഇന്ദ്രധ്വജം പോലെ ഉയർന്നു നിൽക്കുന്നതും നരശിരസടയാളമാക്കിയതുമായ രാവണ രഥധ്വജത്തെ 100 ഖണ്ഡങ്ങളാക്കി മാറ്റി. മനോഹര കുണ്ടലങ്ങൾ അണിഞ്ഞ രാക്ഷസേശ്വരന്റെ സൂതന്റെ ശിരസ് കരുത്തേറിയ മറ്റൊരു സായകൻ നിലം പതിപ്പിച്ചു. ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഭീമചാപത്തെ മഹാത്മാവായ ലക്ഷ്മണകുമാരന്റെ 5 വിശിഖങ്ങൾ തകർത്ത് കളഞ്ഞു. നീലാഞ്ജന ശൈല ശോഭയാർന്നതും ഉത്തമ ലക്ഷണങ്ങളൊത്തതുമായ അശ്വങ്ങളെ ഉടനെ തന്നെ വിഭീഷണൻ ഗദ കൊണ്ടടിച്ച് ചതച്ചു കളഞ്ഞു. കുതിരകളും സാരഥിയും പോയ രാവണൻ ഭൂമിയിലേക്ക് ചാടി ക്രോധാന്ധനായി അത്യുഗ്ര ശക്തിയുള്ള വേലെടുത്ത് തൻ്റെ വിഭീഷണൻ എന്ന തൻ്റെ അനുജന്റെ നേർക്ക് എറിഞ്ഞു. നേരിട്ട് വരുന്ന ഘോരായുധത്തെ വഴിക്ക് വെച്ച് തന്നെ ലക്ഷ്മണൻ 3 അമ്പുകൾ കൊണ്ട് 6 കഷ്ണങ്ങളാക്കി പറപ്പിച്ചു കളഞ്ഞു. ആ വൻ പോര് കണ്ടു നിൽക്കുന്ന പ്ലവകമുഖ്യന്മാരിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങി. കരുത്തരും വരബലം കൊണ്ട് ശക്തനുമായിട്ടുള്ള ആ പൗലസ്ത്യനന്ദനൻ അന്തകന് പോലും തടുക്കാൻ സാധിക്കാത്തതും സ്വയമായി തേജസ്സിനെ വമിക്കുന്നതും ഇന്ദ്രാശനി പോലെ കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാഘോരമായൊരു വേലിനെ എടുത്ത് ചുഴറ്റി. ആ അതുല്യ വരായുധമേറ്റാൽ വിഭീഷണൻ മരണപ്പെടുമെന്ന് തീർച്ചയായിരുന്നു. ഇത് കണ്ട വീരലക്ഷ്മണൻ വിഭീഷണന്റെ മുന്നിലേക്ക് ചാടിക്കയറി നിന്നു. ആ വേൽ തൻ്റെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കുവാൻ വേണ്ടി ശരമാരി തന്നെ രാവണന് നേരെ പൊഴിച്ചു ലക്ഷ്മണകുമാരൻ. മഹാത്മാവായ സൗമിത്രി തൻ്റെ സഹോദരനെ രക്ഷിക്കുവാൻ ഒരുങ്ങിയതും വിഭീഷണൻ സൗമിത്രിയുടെ പിന്നിലേക്ക് മാറിയതും കൂരമ്പുകൾ തന്നിൽ നിറയുന്നതും കണ്ട രാവണൻ ലക്ഷ്മണകുമാരനോട് അതിഘോരത്തോടുകൂടി പറഞ്ഞു, ബലം കൊണ്ട് ഗർവിഷ്ഠനായി വിഭീഷണനെ ഇങ്ങനെ രക്ഷിച്ചുവല്ലേ നീ? എന്നാൽ ഈ വേല് ഇവനെ വിട്ട് നിന്നിലേക്ക് ഇതാ ഞാൻ എറിയുന്നു. എൻ്റെ ബാഹുപരിഖത്തിൽ നിന്ന് വരുന്ന ഈ വരായുധം നിന്റെ മാറിനെ പിളർത്തി നിന്റെ പ്രാണനെ വിടർത്തും. രക്താഭിഷിക്തനായി ജീവനും കൊണ്ട് ഇത് മടങ്ങുകയുള്ളൂ. 8 കുടമണികൾ കെട്ടിയതും മായാജാലത്താൽ നിർമ്മിച്ചതും അമോഘവും അരിപ്രാണഹാരകവും തേജസ്സുകൊണ്ട് കത്തുന്നതുമായ അതിനെ ക്രോധാന്തനായിട്ടുള്ള രാവണൻ സൗമിത്രിയുടെ നേർ കാഞ്ഞുവിട്ട് അത്യുച്ചത്തിൽ അലറി. ആകാശത്തിൽ കൂടി ഇടിമിന്നൽ പോലെ ഇടിനാദം മുഴക്കിയ ആയുധം ലക്ഷ്മണൻ അടുക്കുന്നത് വരെ ലക്ഷ്മണന്റെ സമീപത്തേക്ക് അടുക്കുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ ആ വേലിനോട് പ്രാർത്ഥിച്ചു, ലക്ഷ്മണന് സ്വസ്തി വരട്ടെ, നിന്റെ ഭീകരശക്തി പോയി, അത് വെറുതെയാകട്ടെ. ദുഷ്ടനായ രാക്ഷസേന്ദ്രന്റെ ബാഹുക്കളിൽ നിന്ന് വരുന്ന സർപ്പതുല്യമായ വേൽ ഒട്ടും തന്നെ കൂസലില്ലാതെ അനങ്ങാതെ നിൽക്കുന്ന ലക്ഷ്മണകുമാരന്റെ മാറിൽ തറച്ചു. നാഗരാജാവിന്റെ കാഗോള വിഷമാർന്ന ദംഷ്ട്രകൾ തട്ടിയതുപോലെ ലക്ഷ്മണകുമാരന്റെ വിശാലമായ മാറിടം വേൽ മുന കൊണ്ട് പിളർന്നു. അമിത ബലവാനായ രാവണന്റെ അതുല്യമായ വേൽ തട്ടിയ സൗമിത്രി രണാങ്കണത്തിൽ വീണു. അനുജന്റെ നിശ്ചയദാർഢ്യവും പതനവും കണ്ട രഘുപതി സഹോദര സ്നേഹത്താൽ സന്തപ്ത ഹൃദയനായി അശ്രുകലുഷിത നേത്രനായി അല്പനേരം അത് നോക്കി നിന്നു. പെട്ടെന്ന് കൽപ്പാന്താഗ്നി പോലെയായി തീർന്ന ശ്രീരാമചന്ദ്രൻ ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കഠിനമായ യുദ്ധം ആരംഭിച്ചു. സൗമിത്രിയെ കരുണാർദ്രമായ ദൃഷ്ടിയാൽ കടാക്ഷിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം രാവണനെ നേരിട്ട് പോരിൽ യത്നിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജൻ വീണു കിടക്കുമ്പോഴും യുദ്ധത്തിൽ തൻ്റെതായ കരുത്തും ധീരതയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട്
നമുക്ക് ഇന്നത്തെ നമ്മുടെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. വളരെ 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 ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.